നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3. അങ്ങനെ നമ്മൾ 3 ദിവസത്തെ ലോങ് വീക്കെൻഡിന് ശേഷം നാളെ മുതൽ പുതിയ മാസത്തിലേക്കും പുതിയ ആഴ്ചയിലേക്കും കടക്കുകയാണ്. വരുന്ന ആഴ്ചയിൽ പ്രധാനമായും 9 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യമായി തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ 4 ട്രേഡിംഗ് സെഷനുകളായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്നിരുന്നത്. അവയിൽ തിങ്കൾ ബുധൻ ട്രേഡിംഗ് സെഷനുകളിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിക്ക് സാധിച്ചപ്പോൾ ചൊവ്വ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിൽ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കൂടാതെ നിഫ്റ്റി ഏകദേശം 550 പോയിന്റുകൾക്ക് അടുത്ത് മൂവ്മെന്റും കഴിഞ്ഞ ആഴ്ചയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് 24,334 എന്ന ലെവലിൽ അപ്പർ സൈഡിൽ റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നപ്പോൾ 23,800 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്തു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ തുടർച്ചയായി 2 ആഴ്ചകളെ നഷ്ടങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നഷ്ടത്തിന് വിരാമം ഇട്ടുകൊണ്ട് കാര്യമായ നേട്ടം കൈവരിക്കുവാനായില്ലെങ്കിലും 52 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ഇന്ത്യ വിക്സും കഴിഞ്ഞ ആഴ്ചയിൽ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും വീക്ക്ലി ബേസിസിൽ ഏകദേശം 7% ഇടിവോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനുമായി. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി 2 മാസങ്ങളായിട്ട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന്റെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിന്റെയും ഗതിവിധികളെ തീരുമാനിച്ചിരുന്നത്. അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രധാനമായും ഇറാൻ വാറുമായി ബന്ധപ്പെട്ടുള്ള പീസ് ടോക്ക് തന്നെയായിരിക്കും ഈ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെ ഏറ്റവും പ്രധാനമായും സ്വാധീനിക്കുന്ന ഘടകം. ഇറാൻ സമാധാന ചർച്ചകൾക്കായിട്ടുള്ള നയതന്ത്ര സംഘത്തിന്റെ ഉപദേഷ്ടാവായിട്ട് വൈറ്റ് ഹൌസ് നിക് സുവോട്ടിനെ നിയമിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും അവസാനമായി ഇറാന്റെ ഭാഗത്ത് നിന്നും നൽകിയ പ്രപ്പോസൽസിൽ താൻ സംതൃപ്തനല്ലെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുകയും ഉണ്ടായത്. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും യുഎസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തുറന്ന മനോഭാവമാണ് വെച്ച് പുലർത്തുന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. എന്നാൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് പുതുതായിട്ട് വെച്ച ഇറാന്റെ സമാധാന ഓഫർ പ്രസിഡന്റ് ട്രംപ് റിവ്യൂ ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും മോശമായിട്ടുള്ള ഇടപെടൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പുതിയ ആക്രമണത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയും ചെയ്തു. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളെ പറ്റി പല വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇതുവരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്നിട്ടുമില്ല. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ കീ ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് തന്നെ മാറിയേക്കാം. ഇനി മറിച്ചാണെങ്കിൽ അതൊരു പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ ഒരു ഇടിവിലേക്കും തള്ളിവിട്ടേക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 4 വർഷങ്ങൾക്ക് ശേഷം അഥവാ 2022 ശേഷം ഏറ്റവും വലിയ ഉയർച്ചയാണ് ബുധനാഴ്ചയ്ക്ക് ശേഷം ഗ്ലോബൽ മാർക്കറ്റില് എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ടത്. തൽഫലമായി എണ്ണയുടെ വില $125 മുകളിലേക്ക് ബാരലിന് കടക്കുകയും ചെയ്തു. എന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സമാധാന ചർച്ചകൾക്ക് വഴിതെളിഞ്ഞു വന്നതിനെ തുടർന്ന് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിലായിട്ടാണ് വില നിലനിൽക്കുന്നതും. അതിനാൽ തന്നെ 100 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴേക്ക് എണ്ണയുടെ വില വരുന്നില്ലെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. കൂടാതെ പ്രതിദിനം ഹോർമുസ് കടലിടുക്കിലൂടെ 20 മില്യൺ ബാരൽ എണ്ണയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എണ്ണയുടെ വിലയിൽ വീണ്ടും വില വർദ്ധിപ്പിക്കുവാനും ഇടയാക്കും. താൽക്കാലികമായി ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുതുപ്രതീക്ഷ നൽകിയെങ്കിലും ആഗോള മാർക്കറ്റില് എണ്ണ വിപണിയെ സാരമായി ബാധിക്കുകയും ചെയ്യും. കാരണം നിലവിലെ ഏകദേശം 2 മാസത്തിലേറെ കാലമായി ഹോർമുസ് അടച്ചുകിടക്കുന്നു. ഇതുകൂടാതെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഈ വീക്കെൻഡിൽ പുതിയ നടപടികളും വന്നു. അതായത് കപ്പൽ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി യുഎസ് ഇറാന് പൈസ നൽകിക്കൊണ്ട്, അതായത് ടോൾ നൽകിക്കൊണ്ട് ഹോർമോസ് കടലിടുക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് യുഎസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് പിന്നീട് യുഎസിന്റെ ഉപരോധം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് യുഎസ് നൽകുന്നതും. ഇതും ഒരു പുതിയൊരു ഭീഷണി തന്നെയാണ് എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും എണ്ണയുടെ വില സ്റ്റഡിയായിട്ട് നിലനിൽക്കുകയോ അതല്ല ഇടിയുകയാണെങ്കിൽ അത് മാർക്കറ്റിന് ഗുണകരമാകും. നേരെ മറിച്ചാണെങ്കിൽ അത് മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ വീക്കെൻഡില് ഇന്ത്യൻ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, FMCG മേഖലയിൽ നിന്നും അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് തുടങ്ങി ഒത്തിരിയേറെ കമ്പനികളുടെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ പരിശോധിക്കുകയും ചെയ്യാം. കൂടാതെ തുടർച്ചയായി അടുത്ത ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിലെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ റിലീസ് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ കമ്പനികൾ ലൈൻ
ഇപ്പോൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ച കമ്പനികളുടെ റിസൾട്ടിന്റെ പ്രതിഫലനവും കൂടാതെ ഈ വരുന്ന ആഴ്ചയിൽ റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ പോകുന്ന കമ്പനികളുടെ റിസൾട്ടിന്റെ പ്രതിഫലനവും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഓരോ സമയത്തിന് ദൈർഘ്യം മൂലം പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. ഓരോ ദിവസത്തെയും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ അതാത് ദിവസം ക്വാർട്ടർ ഫോർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ വിശദാംശങ്ങളും വിശദമായി തന്നെ പ്രതിപാദിക്കുകയും ചെയ്യാം. ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ചരിത്രത്തിലെ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. 95.21 എന്ന കഴിഞ്ഞ മാസത്തെ റെക്കോർഡ് ലോയിൽ നിന്നും 95.33 എന്ന ലെവലിലേക്ക് ഇന്ത്യൻ രൂപയ്ക്ക് എത്തിച്ചേരേണ്ടതായിട്ടും വരികയും ചെയ്തു. 3 ആഴ്ചകൾക്ക് മുന്നേ ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഇന്ത്യൻ രൂപയുടെ മുകളിലുള്ള ഓഹക്കച്ചവടം നിർത്തിവെച്ചെങ്കിലും കഴിഞ്ഞ ദിവസം എണ്ണയുടെ വില $125 മുകളിൽ പോയതാണ് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ലോ US ഡോളറിനെതിരെ ക്രിയേറ്റ് ചെയ്യപ്പെടാനും ഇടയാക്കിയത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയുടെ പ്രകടനവും നോക്കി കാണേണ്ടതായിട്ടുണ്ട്. വീണ്ടും എണ്ണയുടെ വില കുതിച്ചുയരുകയാണെങ്കിൽ അത് ഇന്ത്യൻ രൂപയെ വീണ്ടും ദുർബലപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്യും. വ്യാഴാഴ്ച 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശക്തമായ റാലി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ശനിയാഴ്ച വെളുപ്പിനോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ആ നേട്ടങ്ങളുടെ ഭൂരിഭാഗം പോയിന്റുകൾ ചോർന്നു പോവുകയും ഉണ്ടായി. മാത്രമല്ല നിലവിലാകെ 80 പോയിന്റുകൾക്കേറെ നേട്ടത്തിൽ മാത്രമാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുവാനായിട്ടും സാധിക്കുക. എന്നിരുന്നാൽ കൂടിയിട്ടും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം 24,300, 24,400 എന്നീ ലെവലുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരുപക്ഷെ നിഫ്റ്റിക്ക് നേരിട്ടേക്കാമെങ്കിലും ഈ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,600, 24,800 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്കിലി ലോയായ 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,600, 23,400 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. കൂടാതെ നിലവിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഒരു ഘടകം മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുവാൻ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മാർക്കറ്റിനെ ശക്തമായി മുന്നോട്ട് നയിക്കുവാനും അതല്ലെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിനെ ശക്തമായ ഇടിവിലേക്ക് നയിക്കുവാനും ഇടയാക്കുമെന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതായിട്ടുമുണ്ട്. തുടർച്ചയായി ഈ ആഴ്ചയിലും കോർപ്പറേറ്റ് ഇവന്റ്സുകളും തുടരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ, എസ്പെഷ്യലി ക്വാർട്ടർ ഫോർ ഏർണിംഗ്സിന്റെ സീസൺ ആയതിനാൽ തന്നെ. മെയ് 4 നാളെ തിങ്കളാഴ്ച മുതൽ യൂക്കോ ബാങ്ക് മുതൽ ഏകദേശം 9ഓളം സ്റ്റോക്കുകളാണ് അവയുടെ ഡിവിഡന്റിന്റെ മാത്രം റെക്കോർഡ് ഡേറ്റ് ഈ ആഴ്ചയിലാണ് വരുന്നതും. അതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതിനാൽ അതും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും ചില പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. അതായത് നാളെ 4-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 ഏപ്രിൽ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് കോമ്പോസിറ്റ് സർവീസ് PMI ഫൈനൽ ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇതിനു പുറമെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും നിലനിൽക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ, എസ്പെഷ്യലി US-ൽ നിന്നും. ചൊവ്വാഴ്ച മെയ് 5 ഏപ്രിൽ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെയും മാർച്ച് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ, പിന്നീട് വെള്ളിയാഴ്ച US-ൽ നിന്നും 8-ാം തീയതി ഏപ്രിൽ മാസത്തെ നോൺ ഫാം പേറോൾസ്, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. തൽഫലമായി അവസാന 2 ആഴ്ചയിലും തുടർച്ചയായി അവർ സെല്ലിംഗ് നടത്തുകയും ചെയ്തു, ഇടതടവില്ലാതെ. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റിൽ 13% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4,027 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 8.1% വർധനവും രേഖപ്പെടുത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 7% ഉയർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പുറമെ 65 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇൻഡിഗോ ആൻഡ് സ്പൈസ് ജെറ്റ് ഷെഡ്യൂൾ ചെയ്ത ആഭ്യന്തര വിമാന കമ്പനികൾക്കായിട്ടുള്ള ഏവിയേഷൻ ടർബൈൻ ഇന്ധനവിലകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് പോലുള്ള എയർലൈൻ സ്റ്റോക്കുകൾക്ക് ഗുണകരമാവുകയും ചെയ്യും. എസ്കോർട്സ് കുബൂത്ത ഏപ്രിൽ മാസത്തെ
മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ കമ്പനി പുറത്തുവിട്ടു. ട്രാക്ടേഴ്സിന്റെ ഡൊമസ്റ്റിക് സെയിൽസിൽ 24% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 21% ഇടിവും രേഖപ്പെടുത്തി. NSDL ക്വാർട്ടർ 4 റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 8% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 26% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 4 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. അദാനി എന്റർപ്രൈസസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3845 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 220.7 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തതും അതേസമയം റവന്യൂവിൽ 20% ഉയർച്ചയും രേഖപ്പെടുത്തി. അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് അഥവാ ഡിമാർട്ട് കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും 19% വർധനവ് രേഖപ്പെടുത്തി. APL അപ്പോളോ ട്യൂബ്സ് കമ്പനിയുടെ റവന്യൂവിൽ 13.8% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിലും 21% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 8.5 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റവന്യൂവിൽ 27.6%ന്റെയും നെറ്റ് പ്രോഫിറ്റിൽ 24.9%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഗോദ്രേജ് ആഗ്രോവേറ്റ് റവന്യൂവിൽ 9.3%ന്റെയും നെറ്റ് പ്രോഫിറ്റിൽ 48.1%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സോന BLW പ്രിസിഷൻ റവന്യൂവിൽ 45.4%ന്റെയും നെറ്റ് പ്രോഫിറ്റിൽ 14.2%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 42.1 കോടി രൂപയിൽ നിന്നും ഇത്തവണ 213 കോടി രൂപയായിട്ട് വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 18%ന്റെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 29.1%ന്റെയും വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ റവന്യൂവിൽ 18.2%ന്റെയും നെറ്റ് പ്രോഫിറ്റിൽ 80.4%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.